അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആട്ടമാവ് ഇവിടെ നമ്മുടെ ഉരുളിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം എന്ന് വേണമെങ്കിലും പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കുറച്ച് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വേണ്ട ഈ ഇതില്ലേ, നമ്മൾ ഈ ഒരു പാത്രത്തിനാണ് നമ്മൾ ആട്ട എടുത്തത്. ഇതിന് നെകക്കയാണ് എടുത്തത്. അങ്ങനെ 2 പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ റവയാണ്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസ്ക്കറ്റ് ആണ്. അതെ, ഇത് നമ്മൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് നമുക്ക് ടിഫിൻ്റെ അകത്ത് കൊടുത്തു വിടാനൊക്കെ പറ്റും. ഇത് എത്ര പെട്ടെന്ന് അതെ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്നില്ല. അപ്പൊ അതിന് നമ്മൾ വെറുതെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ അതല്ല, ഇതാകുമ്പോൾ നമുക്ക് പേടിക്കൊന്നും വേണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇത് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാതെ. ഇത് പാകത്തിനുള്ളതല്ല, നമുക്ക് അതിന്റെ ഒരു മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ശകലം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പക്ഷെ കലക്കാനല്ല, ഇത് കലക്കി നമ്മൾ എടുക്കുന്നില്ല. പഞ്ചസാരയിലേക്ക് നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അതിന് ഈ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് ഒരു രുചിക്ക് ആവശ്യമായിട്ടുള്ള ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 എണ്ണം നമ്മൾ ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പകരം വേണം നമുക്ക് ചുക്കുപൊടി ഉണ്ടെങ്കിൽ ചുക്കുപൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് ചേർക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇത് ഈ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് നന്നായിട്ട് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഈ എണ്ണ ചേർക്കുമ്പോഴുണ്ടല്ലോ, എണ്ണ ചേർത്തിട്ട് ഇത് ഇളക്കിയിട്ട് നമുക്കൊരു ഇങ്ങനെ പിടിച്ചു നോക്കണം. ഞെക്കി നോക്കുമ്പോ പാകം വരണം. അതെ, അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഈ എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് നെയ്യും ചേർക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചും താല്പര്യം അനുസരിച്ചും. നെയ്യാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. നമ്മളിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം ഇത് കേടാകാതിരിക്കും. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ പൊടി നല്ല അടിപൊളിയായിട്ട് സംഭവം നമ്മുടെ മാവായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മുറുക്ക പിടിച്ചൊന്ന് നോക്കുക. ഇത് കണ്ട പൊട്ടത്തില്ല, നല്ല ടൈറ്റ് ആയിട്ട് കിട്ടണം സാധനം. അത് നമുക്ക് ഇതിനെ പൊട്ടിച്ചു വിട്ടാൽ മാത്രമേ പൊട്ടാവൂ. ആ ഒരു പരുവാണ് നമ്മുടെ ഈ ബിസ്ക്കറ്റിന്റെ പരുവ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഈ പഞ്ചസാരക്കകത്തോട്ട് നമുക്കൊരു ശക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ഇത് ഒരു ശകലം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പഞ്ചസാര നമ്മള് അലിപ്പിക്കണ്ട കേട്ടോ. അപ്പൊ ഇത് നമുക്ക് പതുക്കെ ഇതുപോലെ ഇത് ഈ പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് നിന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ്. അപ്പൊ നമ്മളുണ്ടല്ലോ കുറച്ച് നേരത്തെ നമ്മുടെ മർദ്ദന മുറിവുകൾക്ക് ശേഷം നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സാധനം ഇതുണ്ടല്ലോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ചെയ്യരുത്. ഇതുണ്ട് നമ്മുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാര ഇല്ലേ, അത് ഇങ്ങനെ ഒരു ഇങ്ങനെ കാണുന്ന രീതി തന്നെ അലുത്ത് പോകാതെ അതിനിങ്ങനെ എന്താ പറയുക കല്ല് പോലെ പഞ്ചസാരയാണെന്ന് വേണം. അപ്പൊ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെറിയൊരു 2 പീസ് ആക്കാവേ. 2 പീസ് ആക്കിയതിന് ശേഷം നമ്മുടെ ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം. ഇത് പരത്തപ്പോ ഒരു പ്രത്യേകതയുണ്ട്. ഇത് സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ പോകും. പക്ഷെ അതൊന്നും നമ്മൾ പേടിക്കും. അതിന്റെ അകത്തൊന്നും കാര്യമില്ല. അങ്ങനെ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ എത്ര കനം വേണ്ടിയെന്ന് വെച്ചാൽ ആ ഒരു കനത്തിന് നമുക്ക് പരത്താം. ഒരുപാട് കനം അങ്ങ് കുറഞ്ഞു പോകരുത്, എന്നാൽ ഒരുപാട് കനം കൂടുകയും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ, അതായത് ഒരു എന്താ പറയുന്നത്, ഒരു 1 സെന്റിമീറ്ററിന് താഴെ നിൽക്കണം. നമ്മള് കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ബിസ്ക്കറ്റിന്റെ ഒക്കെ ഒരു കനം. അപ്പൊ ഈ നമ്മളിതുണ്ട് ചെറുതായിട്ട് ഇതിൽ പറ്റി പിടിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മയ എണ്ണയൊന്ന്, പിന്നെ നമ്മളുടെ ഈ ചപ്പാത്തി കല്ലും ഇതൊക്കെ ഉണങ്ങിയല്ലേ ഇരിക്കുന്നത്. അപ്പം ശകലം ഒരു എണ്ണ തേച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നമുക്കൊന്ന് കനം ഒരു മീഡിയം ലെവലിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ അതായത് നമ്മൾ പരത്തി എല്ലാം സെറ്റപ്പ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് വെട്ടിയെടുക്കണം. അപ്പൊ നമ്മുടെ മറ്റേ ഷേപ്പ് ആക്കി വെട്ടുന്ന മറ്റേ ഈ ഇതുണ്ടല്ലോ എന്താ പറയുന്നത് മോൾഡ്, അതൊക്കെ നമുക്ക് ഇപ്പൊ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. വലിയ വിലയൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ വട്ടത്തിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് വേണമെങ്കിൽ എടുക്കാം. അതെ, അതെ. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഈ സൈഡിലെ സാധനമൊക്കെ അങ്ങോട്ട് മാറ്റിയേക്കും കേട്ടോ. അത് നമുക്കുണ്ടല്ലോ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാതെ. അതെ, ഇതുപോലെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമുക്കിത്
നമ്മൾ ഈ ടൈഗർ ബിസ്ക്കറ്റിന്റെ ഒക്കെ ഷേപ്പ് വേണമെങ്കിൽ വെട്ടിയെടുക്കാം. ഏത് ഷേപ്പാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഷേപ്പൊക്കെ ആണല്ലോ. മറ്റേ കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ മിക്കി മൗസോ ഡൊണാൾഡ് ഡക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് വെട്ടാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ മാറ്റിയേക്കാം. ഇതിന് നമുക്കത് ഇത് നമുക്ക് വീണ്ടും നമുക്ക് കുഴച്ച് അടുത്തതിനെ സെറ്റ് എടുക്കാം. ഇതിങ്ങനെ തിരിച്ചു വെക്കുക. ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ഉള്ളതൊക്കെ എളുപ്പമാണ്. നമ്മളുടെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റവ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിന്റെ കലാപരിപാടി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി നമുക്കിതൊന്ന് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ അതുപോലെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച കംപ്ലീറ്റ് മാവ് കൊണ്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു വലുപ്പം എന്ന് പറയുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ്, അതെ, ഈ തിക്നെസ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു സെന്റിമീറ്റർ. അതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇത് മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് അവസാനത്തെ പരിപാടികളിൽ നമുക്ക് പോകാം. അപ്പോൾ അതായത് നമ്മൾ മാവ് എല്ലാം റെഡിയാക്കി സെറ്റപ്പാക്കി നമ്മളൊരു പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നമ്മുടെ ഫ്രൈ പാനിൽ അത് സ്വല്പം എണ്ണ എടുത്ത് ഇപ്പം അത് ഏകദേശം ചീനച്ചട്ടികളിൽ നല്ലതാണല്ലോ, ഇച്ചിരി പരന്ന പാത്രത്തിൽ ചീനച്ചട്ടിക്ക് അതാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ശരിയാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒത്തിരി എണ്ണ എടുത്തിട്ടില്ല. ഒരു നമ്മൾ മറ്റേ എന്ത് പറയുന്നത് മീനൊക്കെ വറക്കുന്നില്ലേ അതുപോലെ. അപ്പോൾ ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് വറുത്തെടുക്കണം. അപ്പൊ ഇത് നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാവേ. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാണല്ലോ കരിഞ്ഞു പോകും പെട്ടെന്ന്, അകം വേഗത്ത് വയ്ക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് മുഴുവൻ കൂടി ഇതിൻ്റെ ഇട്ട് ഇതിപ്പോ ഈ ചെറിയൊരു പീസായാലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി സാധനം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് നിന്ന് ആദ്യമേ ഉണ്ടല്ലോ ഇളക്കുക ചെയ്യരുത്, ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സൈഡ് ഒന്ന് ഇളക്കി തിരിച്ചിടുക. അപ്പൊ വളരെ ലോ ഫ്ലെയിമില്, ഞാൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, കൂടുതൽ തീ വെക്കരുത്. അപ്പൊ ഇത് നമുക്ക് മുഴുവൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ അതായത് നമ്മള് ആദ്യം ഇട്ട സെറ്റിന്റെ ഒരു സൈഡ് അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നിന്ന് പതിയെ തിരിച്ചിടാം. അപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം മാത്രമേ തിരിക്കാവേ. ഒരു സൈഡ് ഒന്ന് നല്ല ഇതാകണം, ഈ ഒരു പരുവായിട്ടേ തിരിക്കാവൂ. അതെ. അപ്പൊ അതുപോലെ ഇത് നമുക്ക് മുഴുവൻ പീസ് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ പയ്യെ ഒത്തിരി പ്രാവശ്യം ഇട്ട് അങ്ങ് ഇളക്കരുത്, ഇളക്കി പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് ആദ്യമേ നമ്മള് വളരെ സ്ലോയിലല്ലേ തീ വെച്ചിരുന്നത്, അത് കഴിയുമ്പോ ഒരു മീഡിയം ഒന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് ഒരുപാട് താമസവും വരും. പിന്നെ അത് തന്നെയല്ല, ഇതിനകത്തോട്ട് എണ്ണ ഒരുപാട് കയറുകയും ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പൊ നമുക്കിത് മുഴുവൻ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യും. അപ്പൊ അതാണ്. അപ്പൊ നമ്മളിത് തിരിച്ചും മറിച്ചിട്ട് നമ്മുടെ 2 സൈഡ് നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് സാധനം. അപ്പൊ അത് നമ്മളിവിടെ ഒരു പാത്രത്തിലായിട്ട് മാറ്റി നമ്മളൊന്ന് തണുപ്പിച്ചൊക്കെ എടുത്തായിരുന്നു സംഭവം. തണുത്ത് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് അല്ലാതെ ടക്കെന്ന് നല്ല സൗണ്ട് കേൾക്കും സംഭവം. അപ്പം ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടാകാതിരുന്നുള്ളൂ. അപ്പോൾ തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ആയിട്ട് എഴുതുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൊടുക്കുന്നു ഓണാക്കി വെച്ചിട്ട് പിന്നെ വീഡിയോ കൂട്ടുകാർക്ക് ചെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.